അങ്ങനെ ബിഗ് ബോസിൽ രാവിലെ തന്നെ ഒരു മത്സരം നടന്നിരിക്കുകയാണ്. ബാഡ്ജെല്ലാം ഒരു വട്ടത്തിനകത്ത് വെക്കുക, എന്നിട്ട് അതിൻ്റെ പുറകിൽ വേറൊരു വട്ടം വരച്ചിട്ടുണ്ട്. ആ വട്ടത്തിന് പുറത്ത് എല്ലാവരും നിന്നതിന് ശേഷം ഈ ബാഡ്ജിന് വേണ്ടി ഓടുക. അത് മറ്റുള്ളവർ കരസ്ഥമാക്കാൻ വേണ്ടി ആയിരിക്കാം ഈ ബാഡ്ജ് ഇങ്ങനെ വെക്കുന്നത്. ഏതായാലും യാതൊരു രക്ഷയില്ലാത്ത ഓട്ടം എന്ന് പറയുന്നത് നമ്മുടെ ആര്യൻ്റെയാണ്. ആര്യനെ പറ്റി എനിക്ക് തോന്നുന്നു ഗെയിമിൽ ടാസ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ആര്യൻ്റെ 7 അയലത്ത് ആർക്കും വന്നെത്താൻ പറ്റില്ല. ഭയങ്കര സ്പീഡാണ്. ഇല്ല പായും പുലി എന്നൊക്കെ പറയത്തില്ലയോ, അതുപോലെയാണ്. ബാക്കിയുള്ളവരൊക്കെ എത്തുന്നതിന് മുമ്പ് ആര്യൻ അവിടെ എത്തിയിരിക്കും എന്നുള്ളതാണ്. ആര്യൻ വന്നപാടെ 2 ബാഡ്ജിൻ്റെ മണ്ടയ്ക്കൂടെ കിടക്കുകയാണ്. അങ്ങനെ ആര്യന് 2 ബാഡ്ജ് കിട്ടി. ആര്യൻ 1 മാത്രമേ എടുത്തുള്ളൂ. അതിനുശേഷം 1 പുറമോട്ട് വലിച്ചെറിയുന്നുണ്ട്. അത് ജിഫേലിനെ കണ്ടിട്ടാണോ ജിഫേലിന് കൊടുത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ജിഫേലിനാണ് അത് കിട്ടുന്നത്. മറ്റൊന്ന് ഷാനവാസും കിട്ടുന്നുണ്ട്. അപ്പം ഈ ആര്യൻ്റെ ബാഡ്ജ് എന്ന് പറയുന്നത് ആര്യൻ ബിഗ് ബോസ് കയറിയപ്പം മുതൽ ആര്യൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ ആര്യൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നഷ്ടപ്പെട്ടു പോയത് നെവിനും ആദില, നോറ എന്നിവർക്കാണ്. അങ്ങനെ ജിഫേലിനും ഷാനവാസിനും അധികപ്പറ്റായിട്ട് ഈ ബാഡ്ജ് കിട്ടുന്നുണ്ട്. ജിഫേലിൻ്റെ വിളി ദൈവം കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മേക്കപ്പില്ലാതെ ജിഫേലിന് അല്പം നേരം പോലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഈ ലിപ്സ്റ്റിക്കുമൊക്കെ ഈ പേപ്പറിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ട് അതിട്ട് പുരട്ടുകയായിരുന്നു ജിഫേൽ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് ദിവസമായിട്ട് ജിഫേലിൻ്റെ മേക്കപ്പിനെ പറ്റിയും അതുപോലെ ജിഫേൽ വസ്ത്രങ്ങൾ ഒളിപ്പിച്ച് വെച്ചതിനെ പറ്റിയാണ് ബിഗ് ബോസിലെ ഒരു ചർച്ചാ വിഷയം. അപ്പോൾ അത് ബിഗ് ബോസ് അറിയുകയൊക്കെ ചെയ്ത് കാണും. ഏതായാലും ഇതിനിടയിൽ ബിഗ് ബോസിൽ നിന്ന് ആൾ വന്ന് ജിഫേലിൻ്റെ മേക്കപ്പ് സാധനങ്ങളും ഒളിപ്പിച്ച് വെച്ച സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ജിഫേലിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തോന്നുന്നു. ഏതായാലും ആ ബാഡ്ജ് ആര്യൻ്റെ രൂപത്തിൽ ജിഫേലിന് കിട്ടി. ജിഫേലിന് അന്നേരം ആവശ്യത്തിന് മേക്കപ്പൊക്കെ ഇടാം. എനിക്ക് തോന്നുന്നു ആഹാരം കഴിച്ചില്ലെങ്കിലും ജിഫേലിൻ്റെ അത്യാവശ്യമായ കാര്യം മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ ഷാനവാസിൻ്റെ പ്രകടനവും വളരെ മനോഹരമായി. പിന്നെ ആര്യൻ്റെ കാര്യത്തിൽ പൊളിയാണ്. ആര്യനെ മാറ്റി നിർത്താനേ പറ്റില്ല ടാസ്കിൻ്റെ കാര്യത്തിൽ.